നമ്മളെ പടച്ച നാഥനായ റബ്ബുൽ ആലമീൻ നമ്മളെ ഏറ്റെടുത്താലുള്ളൊരു അനുഭൂതി ഉണ്ടല്ലോ, അത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? അങ്ങനെ കൊതിക്കുന്നവർ മാത്രം ഇത് കേട്ടാൽ മതി. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന മഹാ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോൻ നിന്നെ ഏറ്റെടുക്കണം എന്നുള്ള കൊതിയുണ്ടോ? അങ്ങനെ ഏറ്റെടുക്കപ്പെട്ടാൽ നമ്മളുടെ ലെവലെന്താണ്? നമ്മുടെ ജീവിതത്തിൽ പിന്നെ സന്തോഷമല്ലാതെ, സമാധാനമല്ലാതെ ഒരു ദുഃഖവും ഒരു ടെൻഷനും ഒരു ഡിപ്രഷനും നമ്മളെ തൊടുക പോലുമില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ച കൂടെയാണ്. നമുക്ക് ഏതായാലും ആ ക്ലാസ് ഒന്ന് കേട്ടാലോ? അല്ലാഹ് നമ്മളെ ഏറ്റെടുക്കാനുള്ള വഴി, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ മഹാ അടയാളങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കേട്ടാലോ? അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീക്ക് നൽകട്ടെ. നമ്മൾ നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? കേട്ടില്ല. പക്ഷെ ഇന്ന് വരെ നമ്മുടെ ഖൽബിൽ അള്ളാഹ് നിസ്കാരത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടിയിട്ട് സലാം വീട്ടുന്നത് വരെ ഞാൻ നിസ്കാരത്തിലാണ്. പക്ഷേ ആ നിസ്കാരത്തിൽ എവിടെയും എൻ്റെ റബ്ബായ നാഥനെ അനുഭവിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഖൽബിലേക്ക് കച്ചവടം കടന്നു വരുന്നു, കുടുംബം കടന്നു വരുന്നു, നാട്ടുകാരും നാട്ടുവിശേഷങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. എവിടെയാണ് എൻ്റെ നാഥൻ? അവൻ എവിടെ എൻ്റെ ഖൽബിൽ? അതുപോലെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തകർന്നു പോവാണ്. ടെൻഷൻ, ഡിപ്രഷൻ, പ്രശ്നങ്ങളൊക്കെ വരികയാണ്. എനിക്ക് അവിടെ ഒന്നൊരു സമാധാനം കിട്ടുന്നില്ല. വാട്ട്സ് എ റീസൺ? എന്താ അതിൻ്റെ കാരണം? ഖൽബിൽ ആരില്ലാത്തതാണ്? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, സമാധാനം വേണ്ടവർ ആരൊക്കെയാണ്? എല്ലാവർക്കും വേണം അല്ലേ? വേണം, അള്ളാഹു തരട്ടെ. പക്ഷെ വെറുതെ ദുആ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ദുആ വേണം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ദുആ കൊണ്ട് മാത്രം പോരാ, നമ്മുടെ ഒരു പരിശ്രമം അവിടെ ഉണ്ടാകണം. വേണ്ടേ? സമ്പത്ത് കൊണ്ട് മാത്രം സമാധാനം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പല സമ്പന്നരും വിളിച്ചിട്ട് ഉസ്താദേ ഉറക്കം കിട്ടുന്നില്ല, എന്തെങ്കിലും ഒരു ദുആ, ഒരു ഖുർആനായത് ഒന്ന് ദുആ ചെയ്യാവോ? പൈസ ഇല്ലാത്തതിൻ്റെ കുറവല്ല അല്ലേ? ആരോഗ്യം കൊണ്ട് മാത്രം സമാധാനം കിട്ടുമോ? അതാര് തരണം? അല്ലാഹു തരണം. ആ സമാധാനം ആസ്വദിക്കുന്ന ഒരു മുഅ്മിനിന്റെ മാനസികാവസ്ഥക്ക് പറയുന്ന പേരാണ് നഫ്സ് മുത്മഇന്ന. എന്താണ്? നമ്മൾ പഠിച്ചൂല്ലേ? നമ്മൾ ഇപ്പൊ ഏത് നഫ്സിലുള്ളത്? നഫ്സ് അമ്മാറ, അതിന്റെ മേലെ ലവ്വാമ, അതിന്റെ മേലെ മുൽഹിമ, അതിന്റെ മേലെ മുത്മഇന്ന, അതിന്റെ മേലെ റാളിയ, അതിന്റെ മേലെ മർളിയ, അതിന്റെ മേലെ നഫ്സുൽ കാമില. അങ്ങോട്ടൊന്നും എത്തിയില്ലെങ്കിലും ആ നഫ്സു മുത്മഇന്ന റബ്ബ് വിളിക്കണം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, പരിശുദ്ധാത്മാവേ, സമാധാനം കിട്ടിയോനെ, നിന്റെ റബ്ബെന്നെ വിളിക്കണം. അങ്ങനെ വിളിക്കപ്പെടുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നമ്മൾ 1 by 1 ആയിട്ട്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നഫ്സ് മുത്മഇന്നയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. അപ്പോൾ കുറെ ക്ലാസ്സുകൾ വിട്ടുപോയവരുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഒരു കൺക്ലൂഷൻ മാത്രം, ഒരു രത്ന ചുരുക്കം മാത്രം ഇന്ന് പറയാം. ആ നഫ്സ് മുത്മഇന്നയിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുത്മഇന്നയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവൻ സങ്കടപ്പെടാൻ അള്ളാഹു സമ്മതിക്കില്ല. സങ്കടപ്പെടാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ഹദീസാണ്, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് കാറിൽ നീര് വന്ന് വീർത്ത് എട്ടങ്ങേറായിട്ടുണ്ട് ആര്? സയ്യിദുന റസൂലുള്ളാഹ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പലപ്പോഴും പല ഉസ്താദുമാരും പറയുന്ന ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, റസൂലുള്ള എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ ഇടങ്ങേറായിട്ടുണ്ട്? ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതായത് കാലിൽ നീര് വന്ന് വീർത്തതുപോലും എൻ്റെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് ആ മഹബ്ബത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനോട് മുനാജാത്ത് ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല. ആരറിഞ്ഞിട്ടില്ല? സയ്യിദുനാ റസൂലുള്ളാഹ്.
കാലിൽ നീര് വന്നതൊന്നും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എൻ്റെ വിഷയം എൻ്റെ റബ്ബുമായുള്ള മുനാജാത്താണ്. ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിലാണ്. മനസ്സിലാവുന്നുണ്ടോ? സങ്കടവും പ്രയാസവും ഇല്ലാത്ത മനുഷ്യനില്ല. പക്ഷെ ആ സമയത്തും തകരാത്ത മനസ്സ് അത് മുത്തുമഇന്നക്കാർക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ കാണാലോ. നമ്മൾ എത്ര മനക്കരുത്തുള്ള ആളാണെങ്കിലും ചില സമയങ്ങളിൽ പേടിക്കും, ഭയപ്പെടും അല്ലേ? മക്കൾക്കൊരു അപകടം വന്നാൽ പേടിക്കൂല നമ്മള്? ആ സമയത്ത് മലക്കുകൾ വരും. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. പേടിക്കല്ലേ പേടിക്കല്ലേ പേടിക്കല്ലേ, നിങ്ങൾ പേടിക്കല്ലേ. എല്ലാത്തിനും കഴിയുന്ന റബ്ബ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തിനായി ടെൻഷനൊക്കെ? നമ്മളോട് ആര് പറയും? ആര് പറയും? മലക്കുകൾ പറയും. അതായത് മുത്തുമഇന്നയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം യഹ്സനൂൻ, അല്ലേ? അവർക്ക് സങ്കടവും ഇല്ല, ടെൻഷനും ഇല്ല, ഒന്നുമില്ല, പേടിയൊന്നുമില്ല. എന്നാൽ പോലും ചില സമയത്ത് പിടിവിട്ടുപോയാൽ പടച്ചോൻ അവന്റെ പട്ടാളത്തെ പറഞ്ഞയക്കും. അല്ല തഖാഫു, പേടിക്കല്ലേ പേടിക്കല്ലേ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയവൻ ആരാ? ആരാ? നമുക്ക് നല്ലത് തരുന്നോ മാത്രമല്ല, പ്രശ്നം ഉണ്ടാക്കണത് ആര് തന്നെയാ? ബാക്കിയൊക്കെ കാരണങ്ങളാണ്. ശൈത്താനൊക്കെ കാരണല്ലേ. ഖൈറും ശർറും ആരിൽ നിന്നാണ്? അവനിൽ നിന്നാണ്. ബാക്കിയൊക്കെ കാരണങ്ങളാണ്. അപ്പോ ഈ സംഗതികളൊക്കെ പടച്ച റബ്ബ് നിന്റെ കൂടെ ഉണ്ട് മോനെ. അല്ല തഖാഫു, നീ പേടിക്കരുത്. എന്നിട്ട് സങ്കടം വന്നാലോ വലാ തഹ്സനൂ, സങ്കടപ്പെടല്ലേ. അല്ല വെച്ചത് കൊണ്ടല്ലേ നിനക്ക് ഈ പ്രയാസം ഉണ്ടായത്, അല്ലേ? ഇപ്പോ നമ്മുടെ ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടു നോക്കാം. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് കുഞ്ഞെണീറ്റ് വരുമോ? അല്ലേ? ചില മരണ വീട്ടിലൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നെഞ്ചത്തടിച്ച് നിലവിളിക്കുക, അതൊന്നും ഇസ്ലാമിന്റെ സംസ്കാരമല്ല. സങ്കടം ഉണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കണ്ണ് നിറയും, സ്വാഭാവികമാണ്. പക്ഷെ അവിടെയും ഒരു തൃപ്തിയുടെ മനസ്സ്, അല്ലേ? എൻ്റെ റബ്ബ് റൂഹ് പിടിച്ചത് കൊണ്ടാണ്, എൻ്റെ റബ്ബ് കൊണ്ടുപോയത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഇവിടുന്ന് വിട പറഞ്ഞത്, അല്ലേ? അല്ലേ? ആണോ? അല്ലേ? അതെ. ഞാനിവിടെ പൊട്ടിക്കരഞ്ഞത് കൊണ്ട് കുഞ്ഞെണീറ്റ് നടക്കുവോ? ഇല്ല. അതുകൊണ്ട് അവിടെയും വലാ തഹ്സനൂ, സങ്കടപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ. ഇതെല്ലാം തന്ന റബ്ബ് അവൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. മലക്കുകൾ വന്ന് ആശ്വസിപ്പിക്കും. വലാ തഖാഫു വലാ തഹ്സനൂ നഹ്നു ഔലിയാഅകും ഫിൽ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറ. നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിതത്തിൽ ഞങ്ങൾ നിന്റെ സഹായികളാണെന്ന് മലക്കുകൾ നമ്മോട് പറയും. ഇങ്ങനെ ധൈര്യം തരം മലക്കുകൾ വന്നാലുള്ള അവസ്ഥ എന്താ? വേറൊന്നും വേണ്ടെന്നേ. ഇപ്പൊ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ, ഇപ്പൊ ഷാജുട്ടിക്ക് ഇങ്ങനെ ഒരു സങ്കടത്തിലിരിക്കുകയാണ്. ഞാൻ ചെന്ന് പറയാ, ഷാജുട്ടിക്ക് ഹാപ്പി ആയിരിക്കും, ഒരു സന്തോഷം തോന്നൂലേ? ഓ, അത് എന്നോട് വന്നിട്ട് ഹാപ്പി ആയിരിക്കാൻ പറഞ്ഞു, അല്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ പട്ടാളം നമ്മളോട് വന്നിട്ട് സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞാലുള്ള ആ മാനസികാവസ്ഥ എത്രയാണ്? എന്താണത്? അല്ലാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരു ഹദീസ് ഉണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അഫ്ലഹ മൻ അഖ്ലസ ഖൽബഹു ലിൽ ഈമാൻ. ഒരു മനുഷ്യന്റെ ഖൽബ് ഇങ്ങനെ ഈമാൻ കൊണ്ട് ഇങ്ങനെ ഭംഗിയായി നിന്നാൽ, വജഅല ഖൽബഹു സലീമ, അവന്റെ ഹൃദയം രക്ഷപ്പെടുത്തപ്പെട്ട ഹൃദയമായാൽ, ദുസ്വഭാവങ്ങളിൽ നിന്ന്, മോശം ചിന്തകളിൽ നിന്നൊക്കെ ഖൽബ് രക്ഷപ്പെട്ടാൽ. നമ്മൾ മോശം ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഒന്നും ചിന്തിക്കൂലേ? നമ്മൾ മനുഷ്യ കുഞ്ഞുങ്ങളല്ല, അല്ലേ? ഇപ്പൊ തന്നെ മുത്തുമഇന്നയിലേക്ക് എത്തിയെന്ന് പറയുന്നത്. നമ്മുടെ കൽവിൽ മറ്റുള്ളവരെ കുറിച്ച് മോശം ചിന്തകൾ വരും, ഹറാമായ ചിന്തകൾ വരും. ഇതിൽ നിന്നൊക്കെ ഒരു ഹൃദയം രക്ഷപ്പെട്ടാൽ വലിസാനഹു സ്വാദിഖൻ, സത്യം പറയുന്ന നാവ്. സത്യം പറയുന്ന നാവ് എത്ര പേർക്കുണ്ട്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ പെടുന്നാണ്, അല്ലേ? സത്യം പറയുന്ന നാവ്. ഞാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോ, തൗഹീദിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ലോകത്ത് എന്നെ പോലൊരു പെരുങ്കള്ളം വേറെ ഇല്ല എന്ന്. ഞാൻ മനസ്സിലാക്കിയൊരു സത്യമാണ്, എന്നെ പോലൊരു പെരുങ്കള്ളം വേറെ ഇല്ല. കാരണം എന്താ? 5 വഖത്ത് നിസ്കാരവും സുന്നത്തും തഹജ്ജുദും ഒക്കത്തിലും ഞാൻ വിളിച്ചു പറയേണ്ട ഒരു സംഗതി ഉണ്ട്, അല്ലാഹു അക്ബർ. എന്താ ഞാൻ പറയണത്? അല്ലാഹ് ഏറ്റവും വലിയവനാണെന്ന്. എന്നിട്ട് എൻ്റെ കൽബിൽ പടച്ചവനുണ്ടോ? എൻ്റെ കൽബിൽ എപ്പോഴും വലുത് ആരാ? ഞാനാണ്. അപ്പൊ എന്നെ പോലത്തെ പെരുങ്കള്ളൻ ആരാ? നമ്മൾ ഈ ദുന്യവിയായ ബന്ധങ്ങളിൽ മാത്രം കെട്ടിത്തിരിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും, അള്ളാഹ് വലിയവൻ എന്നല്ല, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. എന്നിട്ട് ഏറ്റവും വലിയവൻ എൻ്റെ കൽബിലില്ല. എൻ്റെ കൽബിൽ കച്ചവടം അക്ബർ, അല്ലേ? കച്ചവടം അക്ബർ, കെട്ടിയോൾ അക്ബർ, അല്ലെങ്കിൽ കെട്ടിയോൻ അക്ബർ,
മോളുടെ കല്യാണം അക്ബർ അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ കൽബി കിടന്ന് കറങ്ങണത്. ഇതിൽ അല്ല എവിടെ? അപ്പൊ ഞാനാ പറഞ്ഞത് കള്ളത്തരല്ലേ? അല്ലേ? എന്റെ കൽബിനെ സംബന്ധിച്ചിടത്തോളം ഇത് കള്ളത്തരല്ലേ? ഇപ്പൊ എന്നെക്കാൾ വലിയ കള്ളനാരാ? ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്കിയേ, മോനെ നീ നുണയനാണോ സത്യവാനാണോ? വലിസാനുഹു സാദിഖ, സത്യം പറയുന്ന നാവ് നിങ്ങൾക്ക് കിട്ടിയാൽ, വനഫ്സഹു മുത്മഇന്നതൻ, മുത്മഇന്നയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവർ വിജയിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അത് പരലോകത്ത് എന്നിട്ടുള്ള കഥയൊന്നുമല്ല. നിങ്ങൾ ഫാമിലി ലൈഫിൽ വിജയിച്ചു. ഒരു മനുഷ്യൻ ഫാമിലി ലൈഫിൽ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാ? നഫ്സ് മുത്മഇന്ന ലഭിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഇന്നൊരു ഹദീസ് പറഞ്ഞില്ലേ, സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പായസം ഉണ്ടാക്കാൻ, എന്തുണ്ടാക്കാൻ? പായസം ഉണ്ടാക്കാൻ. പായസം ഇഷ്ടമല്ല എനിക്ക്? ആണോ? അല്ലേ? ഒരു ദിവസം കെട്ടിയോള് പറയണം, ഇന്ന് കാക്കാക്ക് എൻ്റെ ഒരു പായസം സ്പെഷ്യലായിട്ട്. നിങ്ങൾ പറയാതെ പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവൂലേ? ആ സന്തോഷത്തിലിരിക്കുകയാണ് ആര്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴാണ് സൗദാ ബീവി വേറൊരു കുട്ടിയുടെ കയ്യിൽ പായസം കൊടുത്തു. സഹിക്കാൻ പറ്റും ആയിഷ ബീവിക്ക്? അല്ലേ? ഞാനിവിടെ പായസം ഉണ്ടാക്കുമ്പോൾ എൻ്റെ കെട്ടിയോന് വേറൊരു കെട്ടിയോളോട് പായസം കൊടുത്തിട്ടേ ഓടിച്ചെന്ന പായസം ഒരൊറ്റ തട്ടം കൊടുത്തു. ശരി, നമ്മൾ നഫ്സമ്മാറിൽ കിടക്കുന്ന നമ്മളായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? ചിന്തിച്ചു നോക്കി. എങ്ങനെ പ്രതികരിക്കും? വെറുതെ പറയുമ്പോ ഞാൻ പ്രതികരിക്കൂല, അത് വെറുതെ ഉള്ളത് പറഞ്ഞുള്ള അവസ്ഥ എന്താണ്? മല്ലാക്കാക്ക് വിളിച്ചു പറയേണ്ടി വരും അല്ലേ? എന്നാൽ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ്, അവിടുന്ന് അഷ്റഫുൽ ഖൽഖല്ലേ, അവിടുന്ന് താഴെ ഇരുന്നിട്ട് സ്വന്തം കൈകൊണ്ട് ആ പായസം ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ, സ്വന്തം കൈകൊണ്ട് പാത്രം ക്ലീൻ ചെയ്യാൻ. എന്നിട്ട് ആ കുഞ്ഞിനോട് പറയാ, ഉമ്മ ഇന്ന് ഇത്തിരി ദേഷ്യത്തിലാട്ടോ, ഒന്നും വിചാരിക്കല്ലേ സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ സംഗതി നമ്മുടെ കുടുംബത്തിൽ ആസ്വദിക്കാൻ പറ്റുന്നേ. എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? നമ്മുടെ കൽബില് നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. നമ്മുടെ കൽബിൽ ഈഗോ കിടന്ന് കളിക്കാൻ. നമ്മളിൽ, അതായത് മുസ്ലിംകളിൽ 99.9% വിഗ്രഹാരാധകരാണ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? വിഗ്രഹാരാധകരാണ്, ബിംബാരാധകരല്ല, വിഗ്രഹ ആരാധകരാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറയണവരായിരിക്കും ഏറ്റവും വലിയ വിഗ്രഹാരാധകൻ. കാരണം എന്താ? അവന്റെ കൽബിലുണ്ട് ഞാൻ എന്ന വിഗ്രഹം, അഹങ്കാരം എന്ന വിഗ്രഹം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം തകർത്ത് കളഞ്ഞത് കൽബിലുള്ള വിഗ്രഹത്തെയാണ്. നബിതങ്ങൾ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ 360 വിഗ്രഹങ്ങൾ ആദ്യകാലത്ത്, ബിംബങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അല്ലേ? ആദ്യം കൽബിനകത്തെ വിഗ്രഹങ്ങളെ പൊളിച്ചു കളയണം. ഞാനെന്ന വിഗ്രഹം, അഹങ്കാരം എന്ന വിഗ്രഹം, അസൂയ എന്ന വിഗ്രഹം, ഇതിനൊക്കെ പൊളിച്ചു കളഞ്ഞാൽ അല്ലാഹു അക്ബർ റെഡിയാവും. നമ്മുടെ കൽബിൽ അള്ളാനെ കാണാൻ പറ്റും, അവന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. അപ്പൊ ഞാൻ നന്നാകണം. ആര് നന്നാകണം? നമ്മൾ പറയണില്ല. ആര് നന്നാകണം? കേട്ടില്ല. നമ്മളാ പാട്ടെങ്ങനെയായിരുന്നു? ആനയെ മെരുക്കുവാൻ കരുത്തനാണെന്നാലും ആനയെ തളക്കാഞ്ഞാൽ വിജയമുണ്ടോ? ഇങ്ങനെ വരികളൊന്നും അടിവെക്കി. ആനയെ മെരുക്കുവാൻ കരുത്തനാണെന്നാലും ആനയെ തളക്കാഞ്ഞാൽ വിജയമുണ്ടോ? ഒരാള് ആനേനെ വരെ തളച്ചു നിർത്താൻ പറ്റിയ ആളാണ്. പക്ഷെ അനയെ, അതായത് ഞാനെന്ന ഭാവത്തെ തളച്ചില്ലെങ്കിൽ അവൻ വിജയിക്കൂ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഏറ്റവും നല്ല ആണാരാണ്? ആണാരാ? യുദ്ധത്തിൽ വിജയിക്കുന്നവനാണോ പറഞ്ഞത്? മല്ലൻ, ജിംനാസ്റ്റിക് ബോഡിയുള്ളവനാണോ പറഞ്ഞത്? ഇല്ല. എന്റെ ഭാര്യയുടെ മുമ്പിൽ മാന്യനാരോ അവനാണ്. അതെന്താ ഭാര്യയുടെ മുമ്പിൽ മാന്യനാകാൻ പറഞ്ഞത്? ഈഗോ ഉണ്ടാവൂല. ഈഗോ ഉള്ളവൻ ഒരിക്കലും ഭാര്യയുടെ മുമ്പിൽ മാന്യനാകാൻ പറ്റൂല. അവിടെ ഞാൻ 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 എന്നുള്ള ഭാവമായിരിക്കും. അവൻ രക്ഷപ്പെടാൻ പറ്റുമോ? അപ്പൊ നഫ്സ് അമ്മാറിൽ കിടക്കുന്ന ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എവിടെ എത്തണം? നഫ്സ് മുത്തുമൈനയിലേക്ക് എത്തണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഇത് സംഗതി ഒരു ആഗ്രഹം ജനിപ്പിക്കലാണ്. മുത്തുമൈനയുടെ കഥയൊക്കെ നമുക്ക് വഴിയെ പറയാം. നഫ്സ് മുത്തുമൈനയിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവരറിഞ്ഞും അറിയാതെയും അള്ളാഹു അവരെ സഹായിക്കും. ഇത് ഹദീസുകളിൽ നിന്ന് വെച്ചാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവരറിയാതെ പടച്ചോൻ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും. അവരറിയാത്ത മാർഗത്തിലൂടെ അവരെങ്ങനെ സഹായിക്കും. ഇമാം ഗസാലിയുടെ മആരിഫുൻ നുഫൂസ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതില് ഈ ആയത്തൊക്കെ വിശദീകരിച്ചിട്ട് മഹാൻ പറയാ, നഫ്സ് മുത്തുമഇന്നയിൽ എത്തിയ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അള്ളാഹ് സഹായിക്കുന്ന ഒരു കോലം പറയാണ്. അവിടെ നടന്നൊരു സംഭവം പറയാണ്. നഫ്സ് മുത്തുമഇന്നയിൽ എത്തിയ ഒരാളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അയാൾ അള്ളാഹുവിന്റെ മുസീബത്തുകളൊക്കെ തൃപ്തിപ്പെട്ട ആളാണ്, ക്ഷമിച്ച ആളല്ല. പിന്നെ ക്ഷമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? കടിച്ചു പിടിക്കലാണ്. തൃപ്തിപ്പെടൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടലാണ് അല്ലെ? തൃപ്തി വേറെ,
ക്ഷമ വേറെ. തൃപ്തിയുടെ മക്കാമ് വേറെ, റിളയുടെ മക്കാമ് വേറെ, ക്ഷമയുടെ മക്കാമ് വേറെ. അപ്പോ തൃപ്തിപ്പെട്ട ആളിങ്ങനെ നടക്കുകയാണ്. അയാളെ എല്ലാവർക്കും ഇഷ്ടമല്ല. നാട്ടില് ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തോട് വെറുപ്പുണ്ട്. ഒരു ഹദീസിൽ നിന്ന് വെച്ചാണല്ലോ ഗസാലി ഇമാം തന്നെ പറഞ്ഞു തരുന്നുണ്ട്, ഒരാളെ കുറിച്ച് നാട്ടുകാർ മുഴുവൻ നല്ലതാണ് പറയുന്നതെങ്കിൽ ഫഹുവ ലിസ്സുൻ, അവൻ പെരുങ്കള്ളനാണ്. എങ്ങനെ? നമുക്ക് മനസ്സിലായില്ല. ഒരാളെ കുറിച്ച് നാട്ടുകാർ പറയണത് എന്താ? എല്ലാരും പറയണത് ഒരാളും കുറ്റം പറയണില്ലെങ്കിൽ അവൻ ആരാണ്? പെരുങ്കള്ളനാണ്. അത്ര ഡ്രാമാറ്റിക് ആകാൻ ഒരു കള്ളനെ വെച്ചുള്ളൂ. എന്നാൽ കുറച്ചുപേര് കുറ്റം പറയുന്നുണ്ട്, നല്ല മനുഷ്യന്മാരൊക്കെ നല്ലതും പറയുന്നുണ്ടെങ്കിൽ അവൻ സത്യവാനാണ്. ലോകത്ത് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളെ കുറ്റം പറയുന്നില്ലേ? പിന്നെയാണോ നമ്മൾ? അപ്പൊ അത് നോക്കിയിട്ടല്ല ഒരാൾ നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുക. അപ്പൊ നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടമല്ലാത്ത തെമ്മാടിയായ ഒരു മനുഷ്യൻ ഒരു കരിങ്കല്ലെടുത്ത് അദ്ദേഹത്തിന്റെ കാലിനിട്ട് ഒരു എറി അങ്ങ് കൊടുത്തു. അദ്ദേഹം റിളയുടെ മക്കാമിലാട്ടോ, റാലിയ മർലിയ മക്കാമില. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ നടന്നു, കാലിൽ ഏറുകൊണ്ടു, തിരിഞ്ഞു നോക്കിയില്ല, നല്ല വേദന എടുത്തു. അപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ, അൽഹംദുലില്ലാ, എനിക്കൊരു ഏറിന്റെ കുറവുണ്ടായിരുന്നു, പടച്ചോൻ തന്നതാ, അൽഹംദുലില്ലാ, ഞാൻ നന്നാവാൻ വേണ്ടിയിട്ട് പടച്ചോൻ തന്നൊരു മരുന്നാണിത്. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായോ സംഗതി? പറയുന്നത് കൽബിലേക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ടെന്നില്ലാന്നോ? എന്താ അദ്ദേഹം പറഞ്ഞത്? എനിക്കൊരു ഏറിന്റെ കുറവുണ്ടായിരുന്നു, എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്, ഞാൻ നന്നാവാൻ വേണ്ടി തന്നൊരു ഡോസാണ്. അതിങ്ങനെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ എറിഞ്ഞ മനുഷ്യൻ നിന്ന നിൽപ്പിൽ മരിച്ചു. ഇത് കണ്ട മൂന്നാമത്തെ ഒരാളുണ്ടായിരുന്നു. ഇദ്ദേഹം അയാളെടുത്ത് ഓടി വന്നു, എന്നിട്ട് പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, നിങ്ങൾ ചെയ്തത് ശരിയായിട്ടില്ല. എന്തേ? നിങ്ങളെ എറിഞ്ഞ ആളെ നിങ്ങൾ ശപിച്ചില്ലേ? ആ ശാപം കാരണം അള്ളാഹ് അയാളെ ശിക്ഷിച്ചിട്ടുണ്ട്. ഏതെറിഞ്ഞാള്? ഞാൻ ശപിക്കുകയോ? ഇന്നാലില്ല, ഞാൻ അങ്ങനെ എറിഞ്ഞൊരാളെ കണ്ടിട്ടും കൂടി ഇല്ലല്ലോ. സംഗതി എനിക്കൊരു ഏറ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അയാൾക്കെതിരെ ഒന്നും ദുആ ചെയ്തിട്ടില്ല. അതാണ് നഫ്സ് മുത്മഇന്നയിലെത്തിയാൽ നമ്മളെ അറിഞ്ഞും അറിയാതെയും ആരേറ്റെടുക്കും. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഖുദ്സിയായ ഹദീസാണ്. എന്താ അള്ളാഹ് പറയുന്നത്? എന്റെ വലിയനെ ആരെങ്കിലും നിസ്സാരമാക്കിയാൽ, അള്ളാഹുവിലേക്ക് അടുത്തൊരാളെ നമ്മൾ കുറ്റം പറഞ്ഞു, അപ്പൊ അള്ളാന്റെ ഔലിയാക്കൾ, അതായത് ഈ നഫ്സ് മുത്തുമൈനെയും കാമിലേക്ക് എത്തിയ മനുഷ്യന്മാർക്ക് ഇതൊന്നും വിഷയമല്ല. കുറ്റം പറഞ്ഞേട്ടാ അൽഹംദുലില്ലാ. ഒരു മഹാനോട് പറഞ്ഞില്ലേ, നിങ്ങളെക്കാൾ വൃത്തികെട്ട മനുഷ്യൻ ലോകത്ത് വേറെ ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ മോനെ, ഞാൻ നന്നാവാനൊന്നും ദ്വാരക്കടാ. നമ്മളാണെങ്കിൽ എന്തു പറയും? ഞാൻ അതിന്റെ മറ്റവനാടാ വൃത്തികെട്ടവൻ അല്ലേ? അള്ളാന്റെ വലിയക്കൾ പറയും, അൽഹംദുലില്ലാ, ഞാൻ വൃത്തികെട്ടവനാണെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലേ, എന്നാ നിങ്ങളൊന്ന് ദ്വാരക്ക്, ഞാനൊന്ന് നന്നായി കിട്ടട്ടെ. അപ്പോ അല്ലാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളെ നിങ്ങൾ വേദനിപ്പിച്ചാൽ അവർ ക്ഷമിച്ചാലും ആരും ക്ഷമിക്കൂല. മുഹമ്മദ് നീയാണ് നശിച്ചവൻ. ഉടനെ ആയത്തിറങ്ങണം, ശപിക്കണം അങ്ങട്. ആരെ? അബൂലഹബിനെ. റസൂലുള്ളാഹിയായിരുന്നു അബൂലഹബിനെതിരെ? ഇല്ല. എന്റെ ഹബീബിനെ കുറ്റം പറഞ്ഞ ഞാൻ സഹിക്കൂലടാ, ഞാൻ സഹിക്കൂല. നീ പറഞ്ഞത് എന്റെ വലിയനാണ്, എന്റെ ഹബീബിനെയാണ്. ഞാൻ റസൂലുള്ള വിട്ടാലും ഞാൻ വിടൂല. അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാഹു ഇത് തിരിച്ചറിയാൻ തൗഫീക്ക് നൽകട്ടെ. വമാ യഅലമു ജുനൂദു റബ്ബിക ഇല്ലാ ഹു. അവന്റെ മലക്കുകളുടെ പട്ടാളത്തിന്റെ എണ്ണം അവന് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നാണ്. അപ്പോ ആ മലക്കുകൾ നമ്മളെ വന്ന് സഹായിക്കും. എവിടെ? മരണത്തിന്റെ നേരത്തും, ഖബറിലേക്ക് ചെല്ലുമ്പോഴും, നാളെ മഹ്ശറിൽ നിൽക്കുമ്പോഴും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. റബ്ബിന്റെ തൃപ്തിയിലേക്ക് കടന്നു വരൂ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അവിടെ എത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ഈ നഫ്സ് മുത്മഇന്നയിൽ എത്തുന്ന ആളുകളെ കുറിച്ച് പറയുന്നതിന് മുൻപ് സൂറത്തുൽ ഫജ്റിൽ ആ മുത്മഇന്നയിൽ എത്താത്ത ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വിശദീകരിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. പോരെ? ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? ചെറിയൊരു ഉറക്കം ഇല്ല. അല്ലാഹു പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن
كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا. അല്ലാഹ്, അതിന്റെ ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നു പോകും. എന്താ അല്ലാഹ് പറയുന്നത്? ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു. പടച്ചോനെ, ഒരാൾക്കിങ്ങനെ അനുഗ്രഹങ്ങളും സമ്പത്തും ഒക്കെ ഇങ്ങനെ വാരിക്കോരി കൊടുത്തു. അല്ലാഹ് പരീക്ഷിക്കാൻ, മബ്തല, അല്ലാഹ് പരീക്ഷിച്ചതാണ്. അവൻ അറിയാൻ പാടില്ല അത് പരീക്ഷണാണെന്ന് അല്ലേ. സമ്പത്തും ഐശ്വര്യമൊക്കെ കിട്ടിയപ്പോൾ അവൻ എന്ത് പറഞ്ഞു? ഫയഖൂലു റബ്ബി അക്രമൻ. ഓ, എന്റെ റബ്ബിന് എന്ത് ഇഷ്ടാണ് എന്നെ അല്ലേ. എനിക്കിങ്ങനെ മക്കളെ തരുന്നു, എനിക്ക് പൈസ തരുന്നു, എന്റെ പിള്ളക്ക് റാങ്ക് കൊടുക്കുന്നു, എനിക്ക് പടച്ചോൻ ഇടക്കിടക്ക് ലാഭം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു. ഓ, എന്റെ റബ്ബിന് എന്തൊരു ഇഷ്ടം. എന്നാൽ ആ മനുഷ്യൻ അവന്റെ റിസ്കിൽ ചെറിയൊരു കുടിസ് കൊടുത്താൽ, ചെറിയൊരു ഇടുക്കം കൊടുത്താൽ അവൻ പറയും ഫയഖൂലു റബ്ബി യഹാനൻ, ഞാൻ എന്തോരം ദ്വാരുന്നു, തഹജ്ജുദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടും പടച്ചോൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഇതിന്റെ സമ്മാറയിൽ കിടക്കുന്നവന്റെ അടയാളാണെന്ന്. നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും ഇനിയിപ്പോ പുറത്തു പറഞ്ഞില്ലെങ്കിലും കെട്ടിയോളോട് പറയും, ദൂരം നേർച്ച ദൂരം നമ്മളിങ്ങനെ അല്ലേ, പടച്ചോൻ എന്താടി നമ്മളെ കൈവിട്ടത് പറയൂലേ. ഇനി അവളോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ എന്നോട് പറയും, നഫ്സിനോട് പറയൂലേ, എന്താ പടച്ചോൻ ഒരു തിരിഞ്ഞു നോക്കണില്ലല്ല അല്ലേ. പള്ളിക്ക് ഞങ്ങൾ ഹദിയൊക്കെ കൊടുത്ത്, സ്ഥലം വാങ്ങാൻ പൈസ കൊടുത്ത്, എന്നിട്ട് പടച്ചോനൊന്നും നോക്കണില്ലല്ല. കാരണം മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് തെറ്റിയിട്ടുണ്ട്. അള്ളാഹ് സമ്പത്ത് കൊടുക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമാണോ? അല്ല. ആണോ? അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? ആണോ? അല്ലാഹു റബ്ബുൽ ആലമീൻ സമ്പത്ത് കൊടുക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണോ? അല്ല, ഇഷ്ടമുള്ളവർക്കും കൊടുക്കും. നിങ്ങൾ പറയും, ഇഷ്ടം അല്ലാത്തവർക്കും കൊടുക്കും അല്ലേ. അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ. സൂറ മുഅ്മിനൂൻ. അല്ലാഹു നിങ്ങൾക്ക് സമ്പത്തും മക്കളും ഒക്കെ തരുന്നത് പടച്ചോൻ നിങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ മക്കളെ? ഇത് പടച്ചോന്റെ പരീക്ഷണമാണ്. ഇഷ്ടമുള്ളവർക്കും കൊടുക്കും പറയുന്നേ, കേട്ടില്ല? ഇന്നല്ലാഹ യുഅ്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. അപ്പൊ നിങ്ങൾ നഫ്സ് അമ്മാറയിലാണ് കിടക്കണതെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ടൈറ്റ് വരുമ്പോൾ നിങ്ങൾ ആരെ കുറ്റപ്പെടുത്തും? ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്, അന ഇൻദ ദന്നി അബ്ദി ബി. എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ ആയിത്തീരും. ഞാൻ കേട്ടില്ല. നമുക്ക് എന്തുകൊണ്ട് അള്ളാനെ കിട്ടാത്ത ഈ സംഗതി കിടക്കണുണ്ടാവുന്ന ഒന്ന് പാടിക്കേ. അള്ളായെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിൽ ഉണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. അള്ളാനെ കൊള്ളാൻ തടസ്സം നിൽക്കുന്ന സംഗതിയാണ് ഈ പറയണത്. ഇതൊക്കെ തടസ്സാണ്. എനിക്ക് എന്റെ റബ്ബിനെ കിട്ടണമെങ്കിൽ ഞാൻ എന്റെ റബ്ബിനെ കുറിച്ച് നല്ലത് ചിന്തിക്കണ്ടേ? വേണ്ടേ? എന്നിട്ടൊന്ന് പറയുന്നുണ്ട്, യത്തീമിനൊന്ന് പരിഗണിക്കോലുമില്ല. ചിലപ്പോ അവനും ഈ മരിച്ചുപോയ മനുഷ്യനും ഭയങ്കര കമ്പനി ആയിരിക്കും. ഇവൻ മരിച്ചതിന് ശേഷം ആ വീട്ടിലേക്ക് കയറി ചെല്ലൂല. കാരണം എന്താ? പുള്ളേര് തലയിലാവോ എന്ന് മേടിച്ചിട്ട്, പൈസ കൊടുക്കേണ്ടി വരുമോ എന്ന് മേടിച്ചിട്ട്. അവൻ നഫ്സന്മാരുടെ ചതിക്കുഴിയിലാണെന്നാ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ولا تحاضون على طعام المسكين. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കുക പോലുമില്ല. കൊടുക്കൂല എന്നല്ല, ചിലപ്പോ കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്കും ചെലവ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ പ്രേരിപ്പിക്കുക പോലുമില്ല. മറ്റുള്ളവർക്ക് 5 പൈസ കിട്ടണത് കണ്ടാൽ ഇവന് സഹിക്കൂല. ഇത് നമ്മളിൽ കൂടുതൽ ആളുകളുണ്ട്. അനന്തര സ്വത്ത് വെട്ടി വാരി വിഴുങ്ങുന്നവനാണെന്നാണ്. അനന്തരാവകാശം എടുക്കണ്ടെന്നൊന്നും പറയണില്ല, പക്ഷേ ജാഹിലിയ കാലത്തൊരു ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കുടുംബത്തിൽ പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അനന്തരാവകാശം അവർക്ക് കൊടുക്കാതെ ഇയാള് മുഴുവൻ അടിച്ചു മാറ്റും.
അങ്ങനെയുള്ള ജാഹിലിയ കാലത്തെ വീരന്മാരൊക്കെ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട് ഇല്ലേ? ഒരു സഹോദരി എന്നോട് വന്നിട്ട് സങ്കടം പറഞ്ഞു, ഉസ്താദെ എൻ്റെ വാപ്പാക്ക് സ്വത്തുണ്ടായിരുന്നു, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഏറ്റവും കൂടുതൽ സ്വത്ത് ഞങ്ങളെ പറ്റിച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ മൂത്ത ജ്യേഷ്ഠൻ വലിയ ഹാജിയാരാ, നെറ്റിയിൽ പപ്പട കൃഷിയൊക്കെ ചെയ്യുന്ന ആളാ. നമുക്ക് മനസ്സിലായില്ല, നെറ്റിയിൽ പപ്പടത്തിന്റെ അളവിൽ നിസ്കാരത്തഴമ്പൊക്കെ ഉണ്ട്. സംഗതി 24 മണിക്കൂറും പള്ളിയിലാണ്, തഹജ്ജുദൊക്കെ ഉണ്ട്, സുജൂദിൽ കിടന്ന പൊങ്ങണമെങ്കിൽ ഒരു വെടിയൊക്കെ ഉണ്ട്, രജ്ജാതി സുജൂദൊക്കെ ചെയ്യും മൂപ്പര്. പക്ഷെ പെങ്ങന്മാർക്ക് എന്ത് കൊടുത്തിട്ടില്ല? സ്വത്ത്. അപ്പൊ ഞാൻ വിളിച്ചു മൂപ്പരോട്, അല്ല ആചാരെ സംഗതി പറഞ്ഞു, ഉസ്താദ് എനിക്ക് സംഗതി പിടികിട്ടി, ഞാൻ എൻ്റെ അടുത്ത് അവള് വന്നത് അറിഞ്ഞിട്ടുണ്ട്, ഞാൻ അവൾക്ക് 65 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട് ഉസ്താദെ, എനിക്ക് 5 സെന്റേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, പൊന്നാചാരെ മറ്റു മൊയ്ലിയാക്കന്മാരുടെ അടുത്തോട് ഇപ്പം എന്നോട് എടുക്കാൻ വരരുത്, അവക്ക് കൊടുത്ത 65 സെന്റ് വയലാണ്, നിങ്ങളെടുത്തത് നല്ല നാഷണൽ ഹൈവേയുടെ ഓരത്തുള്ള സ്ഥലമാണ്, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന സ്ഥലത്തിന് 5 കോടിയാണ്, അവൾക്കടെ മൊത്തം വിറ്റാലും 5 ലക്ഷം തികച്ചു കിട്ടൂല, ഈ ജാതി ഉടായ്പ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഇങ്ങനത്തെ ഹാജിയക്കന്മാർ അനന്തരാവകാശം. ഇവിടെ ഒരു മനുഷ്യന്റെ ഒരു ചാൺ ഭൂമി നീ തട്ടിയെടുത്താൽ നിന്റെ കഴുത്തിൽ 7 ഭൂമികൾ അല്ലാഹു കെട്ടിത്തൂക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ആലോചിക്ക്, അയൽപക്ക വീട്ടിൽ നമ്മൾ ഈ മതിലിന്റെ പേരിൽ തർക്കം അയൽവക്കത്തൊക്കെ അല്ലേ, ഒരു ഇത്തിരി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ, എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഒരു സരസ്വതി ചേച്ചി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവര് പുതിയ വീട് പണിതപ്പോ അവരുടെ മകൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രസാദേട്ടൻ എന്നോട്, ഷാഫി ഞങ്ങള് സ്ഥലേ ഒരിത്തിരി ഞങ്ങൾ മാറ്റിയിട്ടാണ് ഞങ്ങൾ മതിൽ കെട്ടുന്നത്. ഇത് അവരുടെ സ്ഥലം, മനസ്സിലായില്ല നിങ്ങൾക്ക്? അവരുടെ സ്ഥലം, ഞങ്ങളുടെ ഈ അതിരുണ്ട് അപ്പുറം ഇപ്പുറം. അപ്പൊ അവരുടെ അതിര് പരിപൂർണമായിട്ട് എടുക്കാതെ കുറച്ച് മാറ്റിയിട്ട് അപ്പുറത്ത് മതിൽ കെട്ടും. എന്തിനാ? നമ്മൾ തമ്മിൽ പിന്നീട് ഒരിക്കലും സ്ഥലത്തിന്റെ പേരിൽ തർക്കമില്ലാതിരിക്കാനാണ്. ഈ സ്ഥലം അങ്ങനെ പോയാലും സാരില്ല. എടച്ചിറയില് ഞങ്ങളുടെ ആ ഭാഗത്ത് സെന്റിന് 15 ലക്ഷം രൂപ ഉണ്ട്. എനിക്ക് തോന്നുന്നുള്ള ഒരു കാക്കായിരുന്നു ആ സ്ഥാനത്തെങ്കിലും ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പുറം ഇപ്പുറം ഉള്ളവരൊന്നും അങ്ങനെയല്ല, ഞാൻ തന്നെ അങ്ങനെയല്ല, എന്നിലേക്ക് നോക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ നമുക്കും മാതൃകയായി എന്ന് പറയണം. അപ്പുറത്തുള്ള ഹൈന്ദവരായ കുടുംബം അവരിത്തിരി സ്ഥലം ബാക്കിയിട്ടിട്ട് അവർ മതിൽ കെട്ടാണ്. നമ്മൾ അതിന്റെ പേരിൽ ഭിന്നിച്ചു പോകാൻ പാടില്ല, നമുക്കിടയിൽ ഒരു പ്രശ്നം വരാൻ പാടില്ല. ഞാനന്ന് എത്രത്തോളം കരഞ്ഞു എന്നറിയോ? പടച്ചോൻ ഇവരെയൊക്കെ തിരിച്ചറിയാതെ പോയല്ല. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അയൽപക്ക ബന്ധത്തിന്റെ ആ മാധുര്യം തിരിച്ചറിഞ്ഞ നിമിഷം അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പോ പിന്നെ സമ്പത്തിനോടുള്ള അത്യാർത്തിയാണ്. ഇതൊന്നും അല്ലട്ടോ മോനെ, ഇതൊന്നും അല്ല ജീവിതം. ഭൂമി ഇങ്ങനെ പൊടിപൊടിയാക്കി കളഞ്ഞതിന് ശേഷം, ഭൂമിയൊക്കെ തകർത്ത് തരിപ്പണമായതിനു ശേഷം, മലക്കുകൾ ഇങ്ങനെ വരിവരിയായി നിൽക്കുമ്പോ റബ്ബുൽ ആലമീന്റെ എഴുന്നള്ളലുണ്ട്. അവന്റെ ആ നിഅമത്തും അദാബൊക്കെ എഴുന്നള്ളുന്ന നിമിഷം. സുബ്ഹാനക യാ റബ്ബ്. വജീഅ യൗമഇദിൻ ബിജഹന്നം, പിന്നെ നരകത്തിങ്ങനെ വലിച്ചു കൊണ്ടുവരപ്പെടും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ലഹാ 70,000 സിമാം, നരകത്തിന് 70,000 കടിഞ്ഞാനുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നരകത്തിന് എത്ര കടിഞ്ഞാനുണ്ട്? 70,000 കടിഞ്ഞാൻ. അതിൽ ഓരോ കടിഞ്ഞാണും പിടിച്ചു വലിക്കുന്നത് 70,000 മലക്കുകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നരകത്തിന് 70,000 കടിഞ്ഞാനുണ്ട്, ഓരോ കടിഞ്ഞാണും പിടിച്ചു വലിക്കുന്നത്, ഓരോ കടിഞ്ഞാനിനോടൊപ്പം 70,000 മലക്കുകളുണ്ട്. ഇതിങ്ങനെ കാണുമ്പോ യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്ക് ആ ജീവിതം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, ഇതൊന്നും ഇപ്പൊ സംഭവിക്കാതിരുന്നെങ്കിൽ, അല്ലേ, കുറച്ചാലും കൂടെ ജീവിക്കാൻ ഒരു മിനിറ്റ് കിട്ടിയാൽ മതി, ഞാൻ നന്നായനെ. അല്ല, അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിനക്ക് തിരിച്ചറിവ് വരുന്നത് ചിലപ്പോൾ നരകം കാണുമ്പോഴായിരിക്കും. അതിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതികഠിനമായ ശിക്ഷയ്ക്ക് മുമ്പിൽ അവരിങ്ങനെ പേടിച്ചു വിറച്ചു നിൽക്കുമ്പോ അല്ലാഹ് ഒരു വിഭാഗത്തെ നോക്കി വിളിക്കും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നയിലെത്തിയവരെ,
ഇർജിഇ ഇലാ റബ്ബിക്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് മടങ്ങി വരൂ. റാളിയതൻ മർദിയ, നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് തൃപ്തിപ്പെട്ടവരാണ്. അള്ളാഹ്ക്ക് നിങ്ങളെ ഇഷ്ടമാണ് മക്കളെ, ഒരുപാട് ഇഷ്ടമാണ്. പോര് നല്ല വിളിക്കും. ആരെ? നഫ്സ് മുത്തുമഇന്നയിലെത്തിയവരെ. അവര് ദുനിയാവിലും സന്തുഷ്ടരാണ്, പരലോകത്തും സന്തുഷ്ടരാണ്. നമുക്ക് ആസ്വദിക്കണ്ടേ ആ ജീവിതം? വേണോ വേണ്ടേ? ഇപ്പൊ നഫ്സ് മുത്തുമഇന്നയിലേക്ക് എങ്ങനെ എത്താം? നമ്മളിപ്പോ എത്തി നിൽക്കുന്ന നഫ്സ് ലവ്വാമയിലാണ്. ചില അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ആഴ്ച പറയണം. ഈ ദുനിയാവിലും നാളെ മഹ്ശറിലും സമാധാനമുള്ള ലൈഫ് ആസ്വദിക്കാൻ പറ്റണം. അതിന് ഞാൻ എങ്ങനെ, എന്താണതെന്ന് പഠിച്ചിട്ട് വേണം എങ്ങനെയെന്ന് പഠിക്കാൻ, അല്ലേ? നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലേക്ക് അല്ലാഹ് നമ്മളെ പടച്ചത് എന്തിനാ? അവനെ ഇബാദത്ത് ചെയ്യാൻ, വെറുതെ ഇബാദത്ത് ചെയ്യാനല്ല, അവനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനാണ്, അല്ലേ? വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, വെറുതെ നിങ്ങൾ തലകുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല. അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നോക്കിയേ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അത് മതി. അള്ളാഹിനെ അറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിലാണ് ഇപ്പൊ നടക്കുന്ന തല്ല് മുഴുവനും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലേ? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബാലപാഠം പോലും അറിയാതെ കേവലം പരിഭാഷകൾ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അള്ളാഹു ഹിദായത്ത് നമുക്കും അവർക്കും ഒക്കെ നൽകുമാറാകട്ടെ. സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ജീവിതത്തിൽ ഇത് അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയണം, വേണ്ടേ? കൊതിയിൽ നിങ്ങൾക്ക് ഇന്നലെ നമ്മൾ അല്പഭാഗം പറഞ്ഞു, ഇന്ന് ഇൻഷാ അല്ലാഹ് വിശാലമായിട്ട് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അടുത്ത ആഴ്ച നമുക്ക് ഒന്നുകൂടെ ഇതിൻ്റെ ബാക്കി പറയണം. ജീവിതത്തിൽ ആ സുഖങ്ങളൊക്കെ ഒന്ന് അനുഭവിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അസുഖബാധിതരായ, ബുദ്ധിമുട്ടുന്ന, കടക്കണിയിൽപ്പെട്ട പല ആളുകളും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി ഹദിയ ചെയ്യാൻ പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് പലരും ചെയ്തു. കുറേ ആളുകൾ ഉസ്താദെ ചെയ്തിട്ട് പോകുന്നില്ല എന്നുള്ള സങ്കടം പറഞ്ഞിരുന്നു. അപ്പോൾ വരുന്നത് തിങ്കളാഴ്ച രാവ് കൂടെയാണല്ലോ. കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യുക. അന്ന് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ചെയ്യാനുള്ള അവസരം കൂടെയാണ്. അള്ളാഹു നമ്മളിങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതിലൂടെ പടച്ചോ നമ്മളെ ചേർത്ത് പിടിക്കൂലേ? അള്ളാഹ് അവനെ ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയായി തന്നിട്ടുള്ളൊരു കാര്യമാണത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഇന്നത്തെ ഒരു സിമ്പിളായ ചോദ്യം. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വഹാബി ഇങ്ങനെ കഴുമരത്തിൽ തൂക്കിലേറ്റാൻ വരുമ്പോൾ ശത്രുക്കൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം. അപ്പോൾ ആ സ്വഹാബി പറയുന്നുണ്ട്, എൻ്റെ സ്ഥാനത്ത് എൻ്റെ മുത്തുനബിയോ, ഈ സ്ഥാനത്ത് പോയിട്ട് എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ മണ്ണ് പറ്റുന്നത് പോലും, ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല, നിങ്ങളെന്നെ തൂക്കിക്കൊന്നുള്ളൂ എന്ന് പറഞ്ഞൊരു സ്വഹാബിയുണ്ട്. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് വിശാലായ ദുആ ഒന്നുമില്ല. ഏതായാലും ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഹദിയ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടോ, റബ്ബുൽ ആലമീനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തുടങ്ങിയ ഈ ക്ലാസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. സമാധാനവും സന്തോഷവും നൽകി അള്ളാഹു നമ്മളെ ആസ്വദിക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.